ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 പാവ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ പ്രമോയിൽ കണ്ടു അനു അലറി വിളിച്ച് കരയുന്നൊക്കെ ഉണ്ട്. അതെങ്ങനെ ഉണ്ടായി, എന്താണ് കാരണം എന്നൊക്കെ നമുക്ക് പറയാം. ടാസ്ക് ഇങ്ങനെയായിരുന്നു. 3 തവണകളായിട്ട് പാവകൾ വരും. അത് കളക്ട് ചെയ്ത് വെക്കുക. കളക്ട് ചെയ്തതിന് വെച്ചതിന് ശേഷം ഈ പാവേനെ അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ചെയ്തതിന് ശേഷം ഇതിനെ കാത്ത് സംരക്ഷിക്കുക. സംരക്ഷിച്ചതിന് ശേഷമാണ് കൗണ്ട് ചെയ്യപ്പെട്ടുള്ളത്. ബിഗ് ബോസ് പറയുന്ന അത്രയും സമയം നമ്മൾ എന്ത് ചെയ്യണം? ഈ പാവേനെ സംരക്ഷിക്കണം. ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ലൂപ്പ് ഹോൾ ബിഗ് ബോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ടെടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അത് വലിയൊരു ലൂപ്പ് ഹോളാണ്. ബിഗ് ബോസ് എപ്പോൾ പറയുന്നോ അത്രയും നേരം വരെ ഇവരെന്ത് ചെയ്യണം? ഈ പാപ്പേനെ സംരക്ഷിക്കണം. അങ്ങനെയാണ് ഈ ഗെയിം പോകുന്നത്. അപ്പോൾ പാവ വരുന്നു. പാവ വരുമ്പോൾ ലക്ഷ്മിയുടെ അടുത്ത് ആര്യൻ നിൽപ്പുണ്ട്. ആര്യൻ്റെ ഇപ്പുറത്ത് ലക്ഷ്മിയുടെ ഇപ്പുറത്തായിട്ട് അനുവിൻ്റെ ഇപ്പുറത്തായിട്ട് അക്ബറാണ്. അപ്പോൾ ഇവർ തുടങ്ങുന്നതിന് മുന്നേ അക്ബർ ചെറുതായിട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അനു പറയുന്നുണ്ട് ഫിസിക്കലി ഹേർട്ട് ചെയ്യരുത്, വേദനിപ്പിക്കരുത്, തള്ളയെന്ന് പറഞ്ഞിട്ട്. ഇത് ശരിക്കും ഒരു ഫിസിക്കൽ ഗെയിമാണ്. ആ ഒരു പർട്ടിക്കുലർ ടൈം നമ്മളെല്ലാവരും എന്ത് ചെയ്യും? പുഷ് ചെയ്യും അല്ലേ? ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ബർ പുഷ് ചെയ്യല്ല ചെയ്യുക. പാവ വരുന്ന സമയത്ത് അക്ബർ നല്ല ഹൈറ്റുള്ള ഒരാളാണ്. അനുവിന് അതിനനുസരിച്ച് പൊക്കം കുറവുള്ള ഒരാളാണ്. അക്ബറിൻ്റെ പൊക്കത്തിനനുസരിച്ച് അക്ബറിന് എന്തുണ്ട്? വെയിറ്റ് ഉണ്ട്. അക്ബറിൻ്റെ ഫുൾ ശരീരവും അനുവിൻ്റെ മേത്തോട്ട് വെയിറ്റ് വന്നിങ്ങനെ വീഴാം. ഈ വീഴുന്ന സമയത്ത് അനു അലറുന്നുണ്ട്, വേദന എടുക്കുന്നുണ്ട്. എല്ലാവരും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് കേട്ടോ. പാവ വന്നുകൊണ്ടിരിക്കുകയാണ്. റിലാക്സ് ആക്കാൻ അനു അവിടെ കിടന്നിട്ട് പാവനെ കളക്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് വിഷ്വലി കാണാൻ പറ്റും. ഈ സമയത്ത് ഒരു തവണ പോലും അക്ബർ ഒരാൾ വേദനിച്ച് കരഞ്ഞിട്ട് പോലും ആ ഒരു സമയം ഒന്ന് നമ്മൾ ഗെയിം കളിക്കേണ്ടതല്ല, പക്ഷെ നമ്മൾ കാരണം ഒരാൾ ഫിസിക്കലി വേദനിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ആ ആൾ എഴുന്നേക്കാനായിട്ടൊന്ന് സമ്മതിക്കണം. ഇത് അക്ബർ ചെയ്തിട്ടില്ല കേട്ടോ. ശരിക്കും അവൻ്റെ മൂക്ക് മുറിഞ്ഞിട്ടുണ്ട്. അതിന് കരയുന്നുണ്ട്. കരയുമ്പോൾ അനു പറയുന്നുണ്ട് നീ ഈ ഗെയിം ജയിക്കാൻ പോണില്ല, ഒരാളെ വേദനിപ്പിച്ചിട്ട് ജയിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മുഖമൊക്കെ ശരിക്കും മാറി മൂക്കിൽ നിന്ന് ചെറുതായിട്ട് ചോരയൊക്കെ വരുന്നുണ്ട്. ഇതേ സമയം അനീഷ് അവിടെ നല്ലപോലെ ഗെയിം കളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ കയറി നിന്നു. അത്യാവശ്യം നല്ലപോലെ തന്നെ പാവനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ലക്ഷ്മി കയറി ഇടപെടുന്നത്. ലക്ഷ്മി ഇടപെട്ട് എന്താ പറയുക, അക്ബറിനെതിരെ നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ. സത്യത്തിൽ ആ വീട്ടിൽ മറ്റാരും അക്ബറിനെതിരെ തിരിഞ്ഞു പറയുന്നില്ല. ലക്ഷ്മി അക്ബർ ചെയ്തത് റോങ് ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇപ്പോഴും അവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പാവ ടാസ്ക് ഫസ്റ്റത്തെ സെക്ഷൻ കഴിഞ്ഞ് ഇവർ അകത്തോട്ട് പോയിട്ടില്ല. ഇനിയും പാവ വരും. അതിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം. പക്ഷെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ചെറിയ രീതിയിലൊരു തല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വാക്കുകൾ കൊണ്ടിട്ട്. അനുവിനെ സത്യത്തിൽ അവിടെ ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നമുക്കിന്ന് വിസിബിളായിട്ട് കാണാൻ പറ്റുന്നൊരു കാര്യം, അനു എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റിനെ ആ വീട്ടിനകത്ത് ഇന്ന് എല്ലാവരും ഒറ്റപ്പെടുത്തുന്നുണ്ട്. മനഃപൂർവ്വം ഇഗ്നോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവർ. അത് എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് നമുക്കിന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വീണ്ടും വരാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേ വീണ്ടും പറയാം, സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിച്ചെന്നെ. ബൈ.